മറ്റു വാർത്തയിലേക്ക്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത് സർക്കാരിനെതിരെ നിയമസഭയിൽ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യ അടക്കം പ്രതിപക്ഷം ഉന്നയിക്കും. നവകേരള സദസ്സ്, കേരളീയം തുടങ്ങിയ പരിപാടികളിൽ ധൂർത്ത് ഉണ്ട് എന്ന ആരോപണവും സഭയിൽ ഉയർത്തും. ആർ റോഷിപാൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് പ്രതിപക്ഷം ആദ്യത്തെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനൊരുങ്ങുന്നത് ഈ സമ്മേളനത്തിൽ? അനികേഷ്, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു അവസരം അത് പരമാവധി വിനിയോഗിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിലെ പ്രധാന ആയുധമായി അവർ ഉപയോഗിക്കുക ക്ഷേമ പെൻഷനുകൾ വൈകുന്നതാണ്. 5 മാസക്കാലമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയ ഒറ്റ കാരണത്താൽ ചക്കിട്ടപ്പാറയിൽ മുതുകാട് പഞ്ചായത്തിലെ ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവം അത് സഭയ്ക്കകത്ത് ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ, സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ആദ്യ ദിവസം, ഇന്ന് ചർച്ച തുടങ്ങുന്ന ആദ്യ ദിവസം തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം അതിന് പിന്നാലെ തന്നെ സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടാകും. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാലി കലം ഏന്തി നിയമസഭയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയാണ് അത്തരമൊരു പ്രതിഷേധം ഏതാണ്ട് 11 മണിയോടെ നിയമസഭയിലേക്ക് സംഘടിപ്പിക്കുന്നത്. സഭയ്ക്കകത്ത് ഏതായാലും ഇന്ന് പ്രധാനമായും ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാരിന്റെ പ്രതികരണം അതിനനുസരിച്ചായിരിക്കും തിരിച്ച് പ്രതിപക്ഷത്തിന്റെയും പ്രതികരണം. മാത്രവുമല്ല, സഭാ സമ്മേളനത്തിന് ഇടയിൽ തന്നെ സമരാഗ്നി എന്ന പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രചാരണ ജാഥയ്ക്കും തുടക്കമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഇടയിൽ ഈ സമരാഗ്നിയുടെ ഭാഗമായി പോകേണ്ടി വരും. ആ ചുരുങ്ങിയ ദിവസത്തിനിടയിൽ തന്നെ സർക്കാരിനെതിരെ പരമാവധി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുക. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്.